മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ആയിരം നാവാണ്. അമ്മയോടുള്ള അടുപ്പത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും പലപ്പോഴും നടൻ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അച്ഛനെയും ചേട്ടനെയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലാലിന് നഷ്ടപ്പെട്ടിരുന്നു. എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും അമ്മയെ കാണാനും സമയം ചിലവഴിക്കാനും മോഹൻലാൽ എത്താറുണ്ട്. ഇപ്പോഴും അതിനൊരു മുടക്കവുമില്ല. എല്ലാ ഓണവും കഴിവതും അമ്മയ്ക്കൊപ്പമാണ് മോഹൻലാൽ ആഘോഷിക്കുന്നത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റിൽ അമ്മയുടെ പിറന്നാൾ മോഹൻലാലും ഭാര്യ സുചിത്രയും മകൻ പ്രണവും ചേർന്ന് ആഘോഷമാക്കിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ ഒരു ചിത്രവും മോഹൻലാൽ പങ്കിട്ടിരുന്നു. ഏറെക്കാലമായി നിരവധി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം ചികിത്സയിലായിരുന്നു മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി. വീൽ ചെയറിൽ ഇരുന്നാണ് മകനും കുടുംബത്തിനൊപ്പം ശാന്തകുമാരി അമ്മ പിറന്നാൾ ആഘോഷിച്ചത്. സംസാരിക്കുമെങ്കിലും അതിനും പരിമിതികളുണ്ടെന്നും മോഹൻലാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കൊച്ചിയിലേക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ മോഹൻലാൽ സുചിത്ര എത്താറുണ്ട്. മോഹൻലാലിന്റെ അഭാവത്തിൽ ഭാര്യ സുചിത്രയാകും അമ്മയുടെ ഒപ്പം ഉണ്ടാവുക. ഇപ്പോഴിതാ അമ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത്. 10 വർഷമായി അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ല എന്നതുമാണ് സങ്കടമെന്നും മോഹൻലാൽ പറയുന്നു. ബറോസിന്റെ കഥ അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ചുവോ എന്നും അമ്മ എന്താണ് മറുപടി പറഞ്ഞതുമെന്ന ചോദ്യത്തിനാണ് അസുഖ വിവരം മോഹൻലാൽ വിശദീകരിച്ചത്. ഞാൻ ഇന്നും എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത്. എൻ്റെ അമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണ്. 10 വർഷത്തോളമായി അമ്മ കിടപ്പിലാണ്. പക്ഷെ ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നു എന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം. സിനിമയിലെ പാട്ടൊക്കെ ഇന്ന് ഞാൻ പോയി അമ്മയെ കേൾപ്പിച്ചു. എനിക്കുള്ളൊരു സങ്കടം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി 3D കണ്ണട വെപ്പിച്ച ആ സിനിമ കാണിക്കാൻ പറ്റില്ല എന്നതാണ്. അങ്ങനെ ഒരു സങ്കടം കൂടിയുണ്ട്. പക്ഷെ അമ്മയെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ 2Dയിലാക്കിയെങ്കിലും ആ സിനിമ കാണിക്കും. എൻ്റെ അമ്മയ്ക്ക് തിയേറ്ററുകളിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ എൻ്റെ സിനിമകളൊക്കെ അമ്മ TV-യിൽ കാണാറുണ്ട്. എൻ്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുമുണ്ട്. ഒരു പെൻഡ്രൈവിലൊക്കെ ആക്കിയാണ് കാണിച്ചു കൊടുക്കാറ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത്. അമ്മ സംസാരിക്കും, എന്നാൽ ക്ലാരിറ്റി കുറവാണ്. എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാവും. സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതായത് എന്നാണ് ഒരിക്കൽ ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത്. 90കളോട് അടുക്കുന്ന അമ്മയുടെ ആരോഗ്യവും ജീവനും നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്യുന്ന ആളാണ് മോഹൻലാൽ. അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതേസമയം ബറോസ് തിയേറ്ററുകളിലെത്താൻ ഇനി അവശേഷിക്കുന്ന 2 ദിവസം മാത്രമാണ്. 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാൽ തന്നെയാണ് ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസ് ആണ് ഇതിനും തിരക്കഥ എഴുതിയിരിക്കുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം പൂർണ്ണമായും 3Dയിൽ ചിത്രീകരിച്ച മലയാള ചിത്രമെന്ന പ്രത്യേകതയും ബറോസിനുണ്ട്.